വെൽക്കം, റഹ്മാനാണ്. ബയോഫാർമസ്യൂട്ടിക്സ് ആൻഡ് ഫാർമക്കോകൈനറ്റിക്സിൽ ഈ വീഡിയോ നമ്മൾ ഫാർമക്കോകൈനറ്റിക് മോഡൽസിനെ പറ്റിയാണ് പറയുക. അപ്പോൾ നമ്മളൊരു മരുന്ന് കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മരുന്ന് കുത്തിവെക്കാമെന്ന് വിചാരിക്കുക. മരുന്ന് നമ്മുടെ ശരീരത്തിലെത്തും. ആൻഡ് നമ്മുടെ ശരീരത്തിൽ മരുന്ന് എവിടെയാണ്? ശരീരത്തിൽ ഡ്രഗിന്റെ മൂവ്മെന്റ്സ് ആർ ഹൈലി കോംപ്ലക്സ് ആണെന്ന് നമുക്കറിയാം. ഈ മരുന്നിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ്, എത്ര മരുന്ന്, എവിടെ, എപ്പോൾ എന്നൊക്കെ നമുക്ക് വിശദീകരിക്കാനായിട്ട്, നമുക്ക് ഫാർമക്കോകൈനറ്റിക് ഡാറ്റ അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് പല മെത്തേഡ്സും സ്വീകരിക്കാം, അപ്രോച്ച് സ്വീകരിക്കാം. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് മോഡൽ അപ്രോച്ചാണ്. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു മോഡൽ വെച്ചിട്ട് നമ്മളത് വിശദീകരിക്കാം. രണ്ടാമത്തത് നമുക്ക് മോഡൽ ഇല്ലാതെയും പറയാം. സോ ദാറ്റ് ഈസ് മോഡൽ ഇൻഡിപെൻഡന്റ് അപ്രോച്ച്. സോ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. മോഡൽ വെച്ചിട്ട് പറയാനാണ് നമുക്ക് എളുപ്പം, അല്ലെ? മോഡൽ എന്ന് വെച്ചാൽ എന്താ? മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹൈപ്പോത്തിസിസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാൻ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക്, അല്ലെങ്കിൽ മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, അതിൽ നിന്ന് എന്തെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ സമ്മറൈസ് ചെയ്യാൻ, സിമ്പിളായിട്ട് പറഞ്ഞാൽ സിമ്പിളായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ മോഡൽസ് എന്ന് പറയാം. കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഇക്വേഷൻ, മാത്തമാറ്റിക്കൽ, അത് സ്കീമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ മോഡൽസ് ഉപയോഗിക്കുക. സോ ഫാർമക്കോകൈനറ്റിക് മോഡൽസിൽ നമ്മൾ ചെയ്യുന്നത് ഇത് തന്നെയാണ്. ലഭ്യമായിട്ടുള്ള ഫാർമക്കോകൈനറ്റിക് ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും? എളുപ്പത്തിൽ മാത്തമാറ്റിക്കൽ ആയിട്ടോ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടോ വളരെ കൺസൈസ് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ മോഡൽസ് ഉപയോഗിക്കുന്നു. സോ അതിനാണ് നമ്മൾ ഫാർമക്കോകൈനറ്റിക് മോഡൽസ് എന്ന് പറയാം. സോ മോഡൽ അപ്രോച്ചിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് എംപെറിക്കൽ അപ്രോച്ച് ഓർ എംപെറിക്കൽ മോഡൽ ആണ് നമ്മൾ ഏറ്റവും വൈഡായിട്ട് ഉപയോഗിക്കുന്നത്. സോ എംപെറിക്കൽ അപ്രോച്ചിൽ നമ്മുടെ ഡാറ്റ, നമ്മുടെ കയ്യിലുള്ള ഡാറ്റ നമ്മളൊരു എംപെറിക്കൽ ഫോർമുലയിലേക്ക് അങ്ങോട്ട് ഇടുകയാണ്. എംപെറിക്കൽ ഫോർമുലയിലേക്ക് ഇട്ട് അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ സ്മോൾ അനിമൽസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡാറ്റ ആണെന്ന് വിചാരിക്കുക. ഈ ഡാറ്റ നമ്മുടെ എംപെറിക്കൽ ഫോർമുലയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഹ്യൂമനോ അല്ലെങ്കിൽ മറ്റ് അനിമൽസിലെ ഇക്വേഷനിലേക്ക് എക്സ്ട്രാപ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു ഇക്വേഷൻ y x into b a ഇങ്ങനെയാണെങ്കിൽ, സോ എക്സ് നമ്മുടെ ഒരു കോഫിഷ്യന്റ് ഓർ കോൺസ്റ്റന്റ് ആയിരിക്കാം. ഇത് ഇപ്പോൾ ബോഡി വെയിറ്റ് ആണെങ്കിൽ, ഇത് മൈസിന്റെ ബോഡി വെയിറ്റിന് പകരം നമുക്ക് റാബിറ്റിന്റെ ബോഡി വെയിറ്റ് എഴുതാം. അതിന്റെ എക്സ്പോണന്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സംഭവം കിട്ടും. സോ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് സാധാരണ എംപെറിക്കൽ ഡാറ്റ എന്ന് നമ്മൾ പറയാം. മാറ്റം വരുത്തിയിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ ഈ മോഡൽ അപ്രോച്ചിൽ നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നതാണ് കമ്പാർട്ട്മെന്റ് മോഡൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. കമ്പാർട്ട്മെന്റ് മോഡൽസിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. വൺ നമ്മൾ ഉപയോഗിക്കുന്നത് മാമില്ലറി മോഡലാണ്. മാമില്ലറി മോഡൽ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ കാറ്റർണറി എന്നും പറഞ്ഞാലും കുഴപ്പമില്ല. ആൻഡ് കമ്പാർട്ട്മെന്റ് മോഡൽ അല്ലാതെ മറ്റൊരു ടൈപ്പ് ഈസ് ഫിസിയോളജിക്കൽ മോഡലാണ്. ഫിസിയോളജിക്കൽ മോഡൽ ഉണ്ട്. ദെൻ ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റർ മോഡൽസ് നമുക്ക് ഉപയോഗിക്കുന്നത്. ദെൻ ഇതല്ലാതെ പിന്നെ നമ്മൾ പറഞ്ഞത് മോഡൽ ഇൻഡിപെൻഡന്റ് ആണ്. മറ്റൊരു പേര് ഇതിന്റെ നോൺ കമ്പാർട്ട്മെന്റൽ അനാലിസിസ്. സോ ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസ്, യൂസസ് എന്താണ് എന്ന് ജനറൽ ആയിട്ട് പറഞ്ഞിട്ട് നമുക്ക് ഓരോരോ മോഡലിലേക്ക് പോകാം. സോ ഒന്ന് ഡ്രഗ് കോൺസെൻട്രേഷൻ. ഇത് വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക? ഡ്രഗ് കോൺസെൻട്രേഷൻ ഓരോ ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓരോ ടിഷ്യൂസിലൊക്കെ എത്ര ഉണ്ടാകും, സോ മരുന്ന് ശരീരത്തിൽ എത്ര ഉണ്ടാകുന്നു, എത്ര എലിമിനേറ്റ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇത് വെച്ചിട്ട് നമുക്ക് ഡോസ് അഡ്ജസ്റ്റ്മെന്റ് പോസിബിൾ ആണ്. ഡോസ് അഡ്ജസ്റ്റ്മെന്റ് പ്രത്യേക പേഷ്യൻസിലൊക്കെ നമുക്ക് നടത്തണമെങ്കിൽ നടത്താം. അല്ല, നമ്മുടെ പോപ്പുലേഷൻ കൈനറ്റിക്സ് ആണെങ്കിൽ നമുക്ക് ഒപ്റ്റിമം ഡോസേജ് റെജിം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ പറയാനായിട്ട് പറ്റും. ദെൻ നാലാമത്തെ, ചേഞ്ചസ് ഇൻ ഫിസിയോളജി അല്ലെങ്കിൽ പോസിബിൾ ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് ഡിസീസോ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ ഡ്രഗ് ബിഹേവിയർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഡ്രഗിന്റെ ബിഹേവിയറിൽ മാറ്റം വരുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ അഞ്ചാമത്തെ, ബയോ ഇക്വലൻസ് സ്റ്റഡീസിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ആറാമത്തെ, നമുക്ക് ഡ്രഗ് ഇന്ററാക്ഷൻസിനെ പറ്റി പറയാനായിട്ട് പറ്റും. ഏഴാമത്തെ, നമുക്ക് ഡ്രഗ് എവിടെയെങ്കിലും അക്യൂമുലേറ്റ് ചെയ്യുന്നുണ്ടോ, സോ പോസിബിൾ അക്യൂമുലേഷൻ നമുക്ക് പറയാനായിട്ട് പറ്റും. ദെൻ എട്ടാമത്തെ, ഇവാലുവേറ്റ് ദ റിസ്ക് ഓഫ് ടോക്സിറ്റിയുടെ റിസ്ക് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ടോക്സിറ്റി സ്റ്റഡീസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഈസി ടു ഡിസ്ക്രൈബ്, അനലൈസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇന്റർപ്രറ്റ് ദ ഡാറ്റ, പ്ലാസ്മ കോൺസെൻട്രേഷൻ വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും ഡ്രഗിനെ പറ്റി, അതിന്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പറ്റും. ഫാർമക്കോകൈനറ്റിക്സിൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് കമ്പാർട്ട്മെന്റ് മോഡലാണ് നമ്മൾ പറയുന്നത്. സോ നമുക്കിത് ആദ്യം ഡിസ്ക്രൈബ് ചെയ്യാം. സോ നമ്മൾ ഈ കമ്പാർട്ട്മെന്റ് മോഡൽസ് എല്ലാം പറയുന്നത് ചില അസംഷൻസിന്റെ ബേസിലാണ്. ഓക്കെ, വൺ തിങ് എന്ന് പറയുന്നത്, ഇത് നോട്ട് റിയൽ, ഇതൊന്നും റിയൽ അല്ല, ദീസ് ഓൾ ആർ ഹൈപ്പോതെറ്റിക്കൽ ആണ് എന്നുള്ളതാണ്. ഹൈപ്പോതെറ്റിക്കൽ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. സോ ശരീരത്തെ നമുക്ക് ഒരു കമ്പാർട്ട്മെന്റ് ആയിട്ട് കാണാം, ഓർ വിവിധ തരം കമ്പാർട്ട്മെന്റ് ആയിട്ടും വിഭജിച്ചും പറയാം. അപ്പോൾ ശരീരത്തിൽ, ഇത് നമ്മുടെ ശരീരമാണെന്ന് വിചാരിക്കുക, ശരീരത്തിൽ ഒരു മരുന്ന് എത്തുന്നു എന്ന് വിചാരിക്കുക, ഇതൊരു ഡ്രഗ് ആണെന്ന് വിചാരിക്കും. സോ ഈ ശരീരത്തിൽ മുഴുവൻ ഒരേ രീതിയിൽ, ഒരേ കോൺസെൻട്രേഷനിൽ ഈ മരുന്നുണ്ട്, ഫുൾ ഇങ്ങനെ ഒരേ കോൺസെൻട്രേഷനിൽ ഉണ്ട് എന്ന് കരുതി കഴിഞ്ഞാൽ, ദ ഡ്രഗ് ഈസ് പ്രസന്റ് ഇൻ ഈക്വൽ കോൺസെൻട്രേഷൻ ഇൻ ഹോൾ ഓഫ് അവർ ബോഡി. സോ അങ്ങനെയാണെങ്കിൽ ഇതൊരു സിംഗിൾ കമ്പാർട്ട്മെന്റ് ആണ്, സിംഗിൾ കമ്പാർട്ട്മെന്റൽ മോഡൽ. പക്ഷേ ശരീരം മുഴുവൻ ഒരിക്കലും ഒരേപോലെ അല്ല ഡ്രഗ് നമുക്കറിയാം.
ബ്ലഡിലുള്ളതാവണമെന്നില്ല മസിലുള്ള. അപ്പോൾ നമുക്ക് ബ്ലഡ് വേറെ പറയണം, മസിൽ വേറെ പറയണം. സോ അപ്പോൾ നമുക്ക് ബ്ലഡ് കമ്പാർട്ട്മെന്റ്, മസിൽ കമ്പാർട്ട്മെന്റ് എന്നൊക്കെ പ്രത്യേകമായിട്ട് തരംതിരിക്കേണ്ടി വരും. സോ ഇത് നമ്മൾ തരംതിരിക്കുന്നത് ശരീരത്തിലെ ബ്ലഡ് പെർഫ്യൂഷൻ റേറ്റ് വെച്ച്. ബ്ലഡ് പെർഫ്യൂഷൻ എങ്ങനെയാണ്, അതിന്റെ റേറ്റ് വെച്ചിട്ടാണ്. സോ ഹൈലി പെർഫ്യൂസ് ടിഷ്യൂ ഉണ്ട്. ഹൈലി പെർഫ്യൂസ് ടിഷ്യൂ ഇപ്പോൾ ഉദാഹരണത്തിന് ലിവർ, കിഡ്നി, ബ്രെയിൻ, ലങ്സ് ഒക്കെ ഹൈലി പെർഫ്യൂസ്ഡ് ആണ്. സോ അപ്പോൾ ഇതിനെ നമ്മൾ ഹൈലി പെർഫ്യൂസ്ഡിനെ നമ്മൾ സാധാരണ രീതിയിൽ സെൻട്രൽ കമ്പാർട്ട്മെന്റ് എന്നായിരിക്കും വിളിക്കുക. അപ്പോൾ മരുന്ന് ആദ്യം ഇത് സെൻട്രൽ കമ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഇവിടെ മൊത്തം ഒരേ രീതിയിൽ ഇക്വിലിബ്രേറ്റ് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ മരുന്ന് റാപ്പിഡ്ലി ഓർ റെഡിലി ഡിസ്ട്രിബ്യൂട്ടബിൾ ബിറ്റ്വീൻ പ്ലാസ്മ ആൻഡ് അതർ ടിഷ്യൂ ആണെങ്കിൽ നമുക്കപ്പോൾ വൺ കമ്പാർട്ട്മെന്റ് മതി. പക്ഷെ ചില മരുന്നുകൾ അങ്ങനെയല്ല. ദേ ആർ സ്ലോലി മാത്രം ബ്ലഡിൽ നിന്ന് ഇത് ബ്ലഡ് ആണെന്ന് വിചാരിക്കുക, അതിൽ നിന്ന് ഇതൊരു അടുത്ത ടിഷ്യൂ ആണെന്ന് വിചാരിക്കുക, വളരെ സ്ലോലി ആയിരിക്കും പോവുക. കാരണം ചില ടിഷ്യൂസ് ആർ പൂവർലി പെർഫ്യൂസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ്. സോ അപ്പോൾ അങ്ങനെയുള്ള കമ്പാർട്ട്മെന്റിൽ നമുക്ക് അപ്പോൾ ഇതിനെ പെരിഫറൽ കമ്പാർട്ട്മെന്റ് എന്ന് വിളിക്കാം. സോ ഡിപ്പെൻസ് അപ്പോൺ പെർഫ്യൂഷൻ. ആൻഡ് ഇത് തന്നെ 1-2 കമ്പാർട്ട്മെന്റ് ആക്കാട്ടോ. ഇത് ഹൈലി പൂവർലി എന്ന് പറഞ്ഞതിനിടയിൽ ഇന്റർമീഡിയറ്റ് ഒക്കെ നമുക്ക് ആക്കാം. സോ ഇപ്പോൾ പൂവർലി ആണെങ്കിൽ എക്സാമ്പിൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഫാറ്റ് ടിഷ്യൂ, അഡിപ്പോസ് ടിഷ്യൂ, സ്കിൻ ഒരു എക്സാമ്പിൾ ആണ്. ബോൺ മാരോ, ബോൺ, അതൊക്കെ പൂർലി പെർഫ്യൂസ്ഡ് ആണ്. സോ കമ്പാർട്ട്മെന്റ് ക്യാൻ ബി അപ്പോൾ 1 കമ്പാർട്ട്മെന്റ് ആകാം, ഓർ ക്യാൻ ബി 2 കമ്പാർട്ട്മെന്റ്, ഓർ 3 കമ്പാർട്ട്മെന്റ് ആകാം. ഇനി നമ്മൾ പറയുന്നത് ഈ ഓരോ കമ്പാർട്ട്മെന്റിലേക്കും വരുന്നതും അവിടെ നിന്ന് തിരിച്ചു പോകുന്നതും, അതിന്റെ ഇതൊരു കമ്പാർട്ട്മെന്റ് ആണെങ്കിൽ വരുന്നത്, ഇത് അവിടെ നിന്ന് പോകുന്നത്. റേറ്റ് ഓഫ് എൻട്രി, റേറ്റ് ആണ് നമ്മൾ പറയുന്ന റേറ്റ് ഓഫ് എൻട്രി, റേറ്റ് ഓഫ് എക്സിറ്റ് ഓർ എലിമിനേഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം ഫസ്റ്റ് ഓർഡർ ആണ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓർഡർ പ്രോസസ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് അസംപ്ഷൻ. സോ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് അസംപ്ഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ അകത്തേക്ക് വരുന്നത് അബ്സോർഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ പുറത്തേക്ക് പോകുന്നത് എലിമിനേഷൻ ആണ്. അപ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് ഫോർ അബ്സോർഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കും. പുറത്തേക്ക് പോകുന്നത് എലിമിനേഷൻ ആണ്. സോ റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എലിമിനേഷൻ. സോ ഇതെല്ലാം ഫസ്റ്റ് ഓർഡർ പ്രോസസ് മീൻസ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ സോൾലി ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഡ്രഗ്. ഡ്രഗിന്റെ കോൺസെൻട്രേഷനിൽ ആണ് നടക്കുക. അതിന് അപ്പോൾ നമുക്ക് ഇതിന്റെ റേറ്റ് കോൺസ്റ്റന്റ്, സോ ഇതിനെ നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എലിമിനേഷൻ ആണ്, റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് അബ്സോർഷൻ ആയിട്ട് നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി ഒരു മരുന്ന് അങ്ങനെ അകത്തേക്ക് വരുന്നുണ്ട്, അതേപോലെ പുറത്തേക്ക് പോകുന്നുണ്ട്, എലിമിനേറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം മോഡൽസിനെ നമ്മൾ വിളിക്കുക ഓപ്പൺ മോഡൽ എന്നാണ് വിളിക്കുക. സോ ദിസ് ആൻ ഓപ്പൺ മോഡൽ എന്ന് വിളിക്കുക. ഇനി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് പക്ഷെ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക ക്ലോസ്ഡ് മോഡൽ എന്നാണ് നമ്മൾ വിളിക്കുക. സോ ഫാർമക്കോകൈനറ്റിക്സിൽ നമ്മൾ സാധാരണ പറയുന്ന എല്ലാം തന്നെ ഓപ്പൺ മോഡൽ ആയിരിക്കും. ഇൻ കേസ് ഓഫ് ഓർഗൻ ഫെയിലിയർ, ഇതൊരു ഓർഗൻ ആണ്, അത് ഫെയിലിയർ ആണെങ്കിൽ പുറത്തേക്ക് പോകുന്നില്ല, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ക്ലോസ്ഡ് മോഡൽ പറയാറുള്ളൂ. ഇനി ഈ ഡിഫറെന്റ് കമ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള അറേഞ്ച്മെന്റ് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അറേഞ്ച്മെന്റ് ബിറ്റ്വീൻ ദീസ് ഡിഫറെന്റ് കമ്പാർട്ട്മെന്റ് വെച്ചിട്ട് അറേഞ്ച്മെന്റ് ഓഫ് ഡിഫറെന്റ് കമ്പാർട്ട്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ ഓർ വിത്ത് റെസ്പെക്ട് ടു ദ സെൻട്രൽ കമ്പാർട്ട്മെന്റ് വെച്ചിട്ട് നമുക്ക് ഇതിനെ രണ്ടാക്കാം കമ്പാർട്ട്മെന്റ് മോഡലിനെ. ഒന്ന് മാമില്ലറി ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. മാമില്ലറി മോഡൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിനെ നമുക്ക് സാറ്റലൈറ്റ് ടൈപ്പ് എന്ന് വിളിക്കാം, രണ്ടാമത്തത് കാറ്റനറി ആണ്, കാറ്റനറി മോഡലാണ്, അല്ലെങ്കിൽ അതിനെ നമുക്ക് ട്രെയിൻ ടൈപ്പ്, തീവണ്ടി ട്രെയിൻ ടൈപ്പ് എന്ന് നമുക്ക് വിളിക്കാം. സോ വെദർ ദേ ആർ കണക്റ്റഡ് ഓൺ സീരീസ് ഓർ പാരലൽ ഇൻ നേച്ചർ. സോ ഇത് പാരലൽ ആയിരിക്കും, ഇത് സീരീസ് ആയിരിക്കും കണക്റ്റഡ്. സോ ഒരു സെൻട്രൽ കമ്പാർട്ട്മെന്റ്, ഇതൊരു സെൻട്രൽ കമ്പാർട്ട്മെന്റ് ആയിട്ട് കൂട്ടാം. അതിനകത്തേക്ക് മറ്റ് കമ്പാർട്ട്മെന്റ്, സോ ഇതൊരു പെരിഫറൽ കമ്പാർട്ട്മെന്റ്, ഇതൊരു പെരിഫറൽ കമ്പാർട്ട്മെന്റ്, ഇത് മറ്റൊരു പെരിഫറൽ കമ്പാർട്ട്മെന്റ്, ഇതിങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, ഇതിങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, ഇതിങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. സോ എല്ലാം പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ് മാമില്ലറി മോഡൽ എന്ന് പറയും. മാമില്ലറി എന്ന് വെച്ചാൽ അർത്ഥം എന്താ? മാമില്ലറി മാമൽസ് അല്ലെ, എന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഓഫ് ഫീമെയിൽ ആണ് മാമില്ലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ബ്രസ്റ്റ് ഓഫ് ഫീമെയിൽ, തള്ളപ്പൂച്ച, ഇത് തള്ളപ്പൂച്ച എന്ന് വിചാരിക്കുക, 5 പൂച്ചക്കുട്ടികളുടെ ഒരേ സമയം മുലമെടുക്കുക എന്ന് വിചാരിക്കുക. സോ ഇറ്റ്സ് എ പാരലൽ കണക്ഷൻ. സോ വൺ സെൻട്രൽ കമ്പാർട്ട്മെന്റ്, സോ വൺ സെൻട്രൽ കമ്പാർട്ട്മെന്റ്, പെരിഫറൽ കമ്പാർട്ട്മെന്റ് വേറെ ഇങ്ങനെ ഇരിക്കുന്നു. ആൻഡ് ഇഫ് ദിസ് ഇവിടെ നിന്നാണ് പുറത്തേക്ക് പോകുന്നത്, എലിമിനേഷൻ ഈസ് ഫ്രം സെൻട്രൽ കമ്പാർട്ട്മെന്റ് KE ആണെങ്കിൽ ഇതൊരു മാമില്ലറി മോഡലായി. സോ ഇൻ mammillary model, one central compartment, one or more peripheral compartment, these are connected parallel. ഇനി അടുത്ത കേസിൽ ഒരു തീവണ്ടിയുടെ ബോഗികൾ പോലെ, അതാ ഇതൊരു തീവണ്ടിയുടെ ബോഗി, ഇതൊരു തീവണ്ടിയുടെ ബോഗി, ഇങ്ങനെയാണ്. ഇങ്ങനെ കണക്റ്റഡ് ആണെങ്കിൽ ഒന്നിൽ നിന്ന് അടുത്തത്, അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ സീരീസ്, സോ ദിസ് ഇസ് സീരീസ് കണക്ഷൻ ആണെങ്കിൽ, സോ ദിസ് ഇസ് കാറ്റനറി മോഡൽ ആയി. സോ കമ്പാർട്ട്മെന്റ്സ് ആർ ജോയിൻഡ് വൺ അനദർ ഇൻ സീരീസ്. സോ ഇത് സാധാരണ നമ്മൾ റയർലി യൂസ്ഡ് ആണ്, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന മാമില്ലറി മോഡലാണ്. ഇനി നമുക്ക് ഈ കമ്പാർട്ട്മെന്റ് മോഡൽസിന്റെ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ എങ്ങനെയാണ് നോക്കാം. സോ ഫസ്റ്റ് ആദ്യത്തെ എക്സാമ്പിൾ, നമ്മൾ ഒരു കമ്പാർട്ട്മെന്റ് വരയ്ക്കുന്നു. സോ ദിസ് ഈസ് വൺ കമ്പാർട്ട്മെന്റ് മാത്രമേ ഉള്ളൂ, ഒറ്റ ഒരു കമ്പാർട്ട്മെന്റ് ആണ്. മരുന്ന് ഇവിടെ എത്തുന്നു. സോ അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് ഫോർ അബ്സോർപ്ഷൻ ഉണ്ട്. അപ്പോൾ KA എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുക K01 എന്നാണ് നമ്മൾ എഴുതുക. പുറത്തേക്ക് പോകുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എലിമിനേഷൻ എന്ന് പറയുന്നത് K10 ആണ് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എലിമിനേഷൻ. എന്തായാലും എലിമിനേഷൻ ഉണ്ട്, ഇതിന് പുറത്തേക്ക് പോകുമ്പോൾ ദിസ് ഈസ്
ഓപ്പൺ മോഡൽ ആയി. അബ്സോർഷൻ ഉണ്ടെങ്കിൽ സോ ദിസ് ഇസ് ഓറലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റൂട്ടിലൂടെ കൊടുക്കുമ്പോൾ മാത്രമാണ് ഇതുണ്ടാവുക. സോ ദിസ് ഈസ് വൺ കമ്പാർട്ട്മെന്റ് ഓപ്പൺ മോഡൽ ആണ്. ദാറ്റ് ഈസ് IV അല്ല. ദാറ്റ് മീൻസ് ദർ ഈസ് അബ്സോർഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ നേരിട്ട് കുത്തിവെക്കുകയാണെങ്കിലോ ഇതിനകത്തേക്ക് നേരിട്ട് കുത്തിവെക്കുകയാണെങ്കിൽ ഈ K01 ഇല്ല. അപ്പോൾ ഇത് വൺ കമ്പാർട്ട്മെന്റ് ഓപ്പൺ മോഡലാണ്. ഓപ്പൺ മോഡൽ IV അഡ്മിനിസ്ട്രേഷൻ ആണ്. IV ബോളസ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. ഇത് ഒറ്റൊരു കമ്പാർട്ട്മെന്റ് മാത്രമേ ഉള്ളൂ. അപ്പം ഈ സെക്കൻഡ് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കമ്പാർട്ട്മെന്റ് ആയി. ഇതിനകത്തേക്ക് മരുന്നെത്തുകയാണ്. സോ K01 എന്ന് പറയുമ്പോഴത്തേക്കും സോ ദിസ് ഇസ് എക്സ്ട്രാ വാസ്കുലർ ആണ്. ഓറൽ ആകാം ഓർ അതർ റൂട്ട്സ് ആകാം. ആൻഡ് ഇതിൽ നിന്ന് മറ്റൊരു കമ്പാർട്ട്മെന്റിലേക്ക്, അപ്പോൾ ഇത് കമ്പാർട്ട്മെന്റ് നമ്പർ 1 ആണ്, വേറെ കമ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് സെക്കൻഡ് കമ്പാർട്ട്മെന്റ് വരയ്ക്കുകയാണെങ്കിൽ സെക്കൻഡ് കമ്പാർട്ട്മെന്റ് K12 ആണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ആൻഡ് ഇക്വിലിബ്രേറ്റ് ചെയ്യുന്നു, തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ഇത് K21 ആയി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വിലിബ്രേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ ഫസ്റ്റ് കമ്പാർട്ട്മെന്റിൽ നിന്ന് മരുന്ന് ആദ്യം സെക്കൻഡ് കമ്പാർട്ട്മെന്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഇവിടെയാണ് ഇക്വിലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സെൻട്രൽ കമ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ഇത് പെരിഫറൽ കമ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ഇത് ഹൈലി പെർഫ്യൂസ്ഡ് കമ്പാർട്ട്മെന്റ് ആണ്. ഇതിപ്പോൾ കുറച്ചും കൂടി പെർഫ്യൂഷൻ കുറവാണ്, പൂർലി പെർഫ്യൂസ്ഡ് ആണ്. സോ അപ്പോൾ ഇത് 2 കമ്പാർട്ട്മെന്റ് മോഡലാണ്. സോ ഇവിടെ സെൻട്രൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് K എലിമിനേഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. സോ 10 വരികയാണെങ്കിൽ സോ ദിസ് ആൻ ഓപ്പൺ മോഡൽ തന്നെയാണ്. അപ്പോൾ ദിസ് ഇസ് 2 കമ്പാർട്ട്മെന്റ് ഉണ്ട്, 2 കമ്പാർട്ട്മെന്റ് ഉണ്ട്, ഓപ്പൺ മോഡലാണ്, എക്സ്ട്രാ വാസ്കുലർ ആണ്. എക്സ്ട്രാ വാസ്കുലർ എന്ന് പറയാൻ കാരണം ഇവിടെ ഇതുള്ളതുകൊണ്ട്, ഇതില്ലെങ്കിൽ IV ആയി. ഇനി ഈ സെൻട്രൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വേറൊരു കമ്പാർട്ട്മെന്റ് കൂടി ഉണ്ട് എന്ന് ഒന്ന് വിചാരിക്കുക. അപ്പോൾ ദിസ് ഇസ് തേർഡ് കമ്പാർട്ട്മെന്റ് ആണ്, പെരിഫറൽ കമ്പാർട്ട്മെന്റ് തന്നെയാണ്. സോ അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് K13 ആണ്. അപ്പോൾ ഇക്വിലിബ്രേറ്റ് ചെയ്യാൻ തിരിച്ചു പോകുന്നത് K31 ആയിരിക്കും. സോ അപ്പോൾ ഇതൊരു 3 കമ്പാർട്ട്മെന്റ് മോഡലാണ്. സോ ദിസ് എ 3 കമ്പാർട്ട്മെന്റ് മോഡലാണ്. ഇവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ ദിസ് ആൻ ഓപ്പൺ മോഡലാണ്. ഇഫ് ദർ ഈസ് K01 ആണെങ്കിൽ അപ്പോൾ ഓറൽ ആയിരിക്കാം അല്ലെങ്കിൽ എക്സ്ട്രാ വാസ്കുലർ ആണ്. ഇത് ഇല്ലെങ്കിൽ അപ്പോൾ അത് IV ആയി. പിന്നെ സപ്പോസ് ഇതില്ല എന്ന് വിചാരിക്കുക, ഈ സംഭവം ഇല്ല. ഈ സെക്കൻഡ് കമ്പാർട്ട്മെന്റിൽ നിന്ന് തേർഡ് കമ്പാർട്ട്മെന്റിലേക്ക് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് K23 ആയി. അപ്പോൾ ഇക്വിലിബ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് K32 ആണ്. ഇത് തേർഡ് കമ്പാർട്ട്മെന്റ് ആണ്, പെരിഫറൽ കമ്പാർട്ട്മെന്റ്. സോ അപ്പോൾ ഇത് എന്ത് മോഡലായി? സോ ദിസ് ഇസ് എ കാറ്റനറി മോഡൽ. കാറ്റനറി മോഡൽ ആയി ഇഫ് ദർ ഇസ് ഇതില്ലെങ്കിൽ. ഓക്കെ, ആൻഡ് കാറ്റനറിയിൽ ആൻഡ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ ഓപ്പൺ മോഡലാണ്. അപ്പോൾ 3 കമ്പാർട്ട്മെന്റ് ഓപ്പൺ മോഡലാണ്. ഇല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകുന്നില്ലെങ്കിൽ അപ്പോൾ അത് ക്ലോസ് മോഡൽ. ഓക്കെ, ഇനി ഇങ്ങോട്ടേക്ക് ഇല്ലെങ്കിൽ അത് എക്സ്ട്രാ വാസ്കുലർ ആണ് അല്ലെങ്കിൽ ഓറൽ എന്നൊക്കെ വിളിക്കാം. സോ നേരിട്ട് ഇങ്ങോട്ടേക്ക് ആണ് കുത്തിവെക്കുകയാണെങ്കിൽ സോ ഇറ്റ് വിൽ ബി IV ഡോസിങ് ആയിരിക്കും. സോ അപ്പോൾ അത് നമ്മൾ പറഞ്ഞതെല്ലാം മാമിലറി മോഡലാണ്. ഇത് നേരിട്ട് സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഇറ്റ്സ് എ കാറ്റനറി മോഡൽ. അപ്പോൾ ഈ മോഡൽസിന് എത്ര റേറ്റ് കോൺസ്റ്റന്റ് ഉണ്ടാകും? റേറ്റ് കോൺസ്റ്റന്റ് എത്ര എന്ന് ചോദിച്ചാൽ റേറ്റ് കോൺസ്റ്റന്റ് ഇതൊരു റേറ്റ് കോൺസ്റ്റന്റ് ആണ്, ഇത് ഒരു റേറ്റ് കോൺസ്റ്റന്റ് ആണ്, ഇതൊരു റേറ്റ് കോൺസ്റ്റന്റ് ആണ്, ഇതൊരു റേറ്റ് കോൺസ്റ്റന്റ് ആണ്. എത്ര ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ IV അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ IVക്ക് ആണെങ്കിൽ ഇതില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ എത്ര കമ്പാർട്ട്മെന്റ് ഉണ്ട്? നമ്പർ ഓഫ് കമ്പാർട്ട്മെന്റ് ഇസ് 2n-1. സോ ഇത്രയും റേറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും IV അഡ്മിനിസ്ട്രേഷന്. ഓറൽ ഓർ എക്സ്ട്രാ വാസ്കുലർ ആണെങ്കിൽ ഇതുണ്ടായിരിക്കും അല്ലെ, ഇതും ഉണ്ടായിരിക്കും. അപ്പോൾ 2n ആയിരിക്കും നമ്പർ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്സ്. പിന്നെ അടുത്ത മോഡൽ ഈസ് ഫിസിയോളജിക്കൽ മോഡലാണ്. ഫിസിയോളജിക്കൽ മോഡൽ എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നത് PBPK മോഡൽ എന്നാണ്. വെച്ചാൽ ഫിസിയോളജിക്കലി ബേസ്ഡ് ഫാർമക്കോകൈനറ്റിക് മോഡൽ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് ഇത് ഹൈപ്പോത്തിസിന്റെ പുറത്തല്ല എന്നുള്ളതാണ്. ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ ഹൈപ്പോത്തിസിസ്. സോ ദിസ് ഇസ് എ റിയൽ അപ്രോച്ച് ആണ്. എന്താണ് യാഥാർത്ഥ്യം? റിയലിസ്റ്റിക് അപ്രോച്ച് ആണ്. സോ അപ്പോൾ അനാറ്റമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഡാറ്റ വെച്ചിട്ട് മരുന്ന് എവിടെ എത്ര ഉണ്ടാകും എന്ന് കൃത്യമായിട്ട് പറയുന്നതാണ് ഇത്. സോ ഇവിടെയും നമ്മൾ ടിഷ്യൂസിനെ രണ്ടാക്കുന്നുണ്ട്. ഒന്ന് റാപ്പിഡ്ലി ഇക്വിലിബ്രേറ്റിംഗ് ടിഷ്യൂസ്, റെറ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ ലങ്സ്, ലിവർ, കിഡ്നിയൊക്കെ റാപ്പിഡ്ലി ഇക്വിലിബ്രേറ്റിംഗ് ടിഷ്യൂ ആണ്. രണ്ടാമത്തത് SET ഓർ സ്ലോലി ഇക്വിലിബ്രേറ്റിംഗ് ടിഷ്യൂ, ഇപ്പോൾ മസിൽസ്, അഡിപ്പോസ്. സോ ഇവിടെ ഒരു മരുന്ന് ടിഷ്യൂവിൽ എത്താൻ 2 കാരണങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഒന്ന് റേറ്റ് ഓഫ് ബ്ലഡ് ഫ്ലോ ടു ദാറ്റ് ഓർഗൻ, ആ പർട്ടിക്കുലർ ഓർഗനിലേക്കുള്ള റേറ്റ് ഓഫ് ബ്ലഡ് ഫ്ലോ ആണ്. രണ്ടാമത്തത് ബ്ലഡ് അവിടെ എത്തിയാലും ടിഷ്യൂ പാർട്ടീഷൻ കോഎഫിഷ്യന്റ് ഉണ്ടല്ലോ, ബ്ലഡിൽ നിന്ന് ടിഷ്യൂസിലേക്ക് വരാൻ. സോ ടിഷ്യൂ ടു ബ്ലഡ് പാർട്ടീഷൻ കോഎഫിഷ്യന്റ് ഓഫ് ദാറ്റ് ഡ്രഗ്, ആ ഡ്രഗിന്റെ പ്രത്യേകത അനുസരിച്ചിരിക്കും. സോ അപ്പോൾ ഇതുവഴി ഫ്ലോ റേറ്റ് ലിമിറ്റഡ് മോഡൽസ് നമുക്ക് പറയാൻ പറ്റും. ഫ്ലോ റേറ്റ് എന്ന് പറയുമ്പോൾ ഹൈലി പെർഫ്യൂസ്ഡ് ആണെങ്കിൽ, ഉദാഹരണത്തിന് ഹൈലി ലിപ്പിഡ് സോൾബിൾ ഡ്രഗ് ആണ്, അല്ലെങ്കിൽ ലോ മോളിക്കുലർ വെയിറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫ്ലോ റേറ്റ് ലിമിറ്റഡ് മോഡൽസ് ആണ് നമ്മൾ പറയാം. രണ്ടാമത്തത് ഡിഫ്യൂഷൻ ലിമിറ്റഡ് മോഡലാണ്. സോ ഇത് നമ്മൾ പറയാം പോളാർ ഡ്രഗ്സ്, സെൽ മെംബ്രെയിൻ കടക്കാൻ ബുദ്ധിമുട്ടുള്ള മരുന്നുകളെ പറ്റിയൊക്കെ നമ്മൾ ഡിഫ്യൂഷൻ
ഡിഫ്യൂഷൻ ലിമിറ്റഡ് മോഡൽസ് ആണ് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഒരു കാര്യം എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റും എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക, അല്ലേ? ലിവറിൽ എത്രയുണ്ട് എന്നൊക്കെ നമുക്ക് കൃത്യം പറയാൻ പറ്റും, അല്ലെങ്കിൽ ലങ്സിലൊക്കെ പറയാൻ പറ്റും എന്ന് വിചാരിക്കുമെങ്കിലും ഇറ്റ് ഈസ് ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം നമുക്ക് രോഗിക്ക് മരുന്ന് കൊടുത്തിട്ട് ഓരോ തവണയും ലങ്സിൽ എത്രയുണ്ട്, ലിവറിൽ എത്രയുണ്ടെന്ന് നോക്കിയെടുക്കാൻ പറ്റില്ല. സോ ഇറ്റ്സ് എക്സോസ്റ്റീവ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാൻ മൃഗങ്ങളിലെ സെയിം ഓർഗൻസിന്റെ ഡാറ്റ വെച്ചിട്ട് എക്സ്ട്രാപൊളേറ്റ് ചെയ്യലാണ് നമ്മൾ ഫിസിയോളജിക്കൽ മോഡൽ ചെയ്യുക. അപ്പോൾ അടുത്തത് നോൺ കമ്പാർട്ട്മെന്റൽ മോഡൽ ഓർ മോഡൽ ഇൻഡിപെൻഡന്റ് അപ്രോച്ച് വെച്ചാണ്. സോ ദിസ് ഈസ് ബേസ്ഡ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ മൊമെന്റ് തിയറി വെച്ചിട്ടാണ് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക. സോ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഹോൾ പ്രോസസ് ഈസ് ഫസ്റ്റ് ഓർഡർ. ഇപ്പൊ നടക്കുന്ന പരിപാടികളെല്ലാം ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ആൻഡ് ഇവിടെ കമ്പാർട്ട്മെന്റ് ആവശ്യമുണ്ടോ, കമ്പാർട്ട്മെന്റിന്റെ ആവശ്യം ഇല്ല എന്നുള്ളത്. ഇത് കമ്പാർട്ട്മെന്റിന് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ കമ്പാർട്ട്മെന്റ് മോഡലിന് നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഫാർമക്കോകൈനറ്റിക് ഡ്രഗ് ഡിസ്പോസിഷൻ നമ്മൾ പറയുന്നത് രണ്ട് കാര്യങ്ങൾ വെച്ചാണ്. ഒന്ന് സമയം, ടൈം, ആൻഡ് രണ്ട് കോൺസെൻട്രേഷൻ. മരുന്ന് കൊടുത്തിട്ട് എത്ര നേരമായി, ഇപ്പൊ എത്ര കോൺസെൻട്രേഷൻ ഉണ്ട് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ഒരു മരുന്ന് എലിമിനേഷന് എത്ര നേരം ശരീരത്തിൽ തങ്ങുന്നു, സ്പെൻഡ് ചെയ്യുന്നു, അതിനാണ് നമ്മൾ MRT, മീൻ റെസിഡൻസ് ടൈം എന്നാണ്. MRT കേസ് മീൻ റെസിഡൻസ് ടൈം എന്നാണ് പറയാം. സോ ഇറ്റ്സ് ആവറേജ് എമൗണ്ട് ഓഫ് ടൈം സ്പെൻഡ് ബൈ ദ ഡ്രഗ് ഇൻ ദ ബോഡി ബിഫോർ ബീങ് എലിമിനേറ്റഡ്. എലിമിനേഷന് മുമ്പ് വരെ എത്ര നേരം ആവറേജ് ആയിട്ട് ശരീരത്തിൽ തങ്ങുന്നു, ആവറേജ് ആണ് നമ്മൾ എടുക്കുന്നവർക്ക് എന്നതാണ്. സോ ഇതിന്റെ ഇക്വേഷൻ MRT ഈസ് ഈക്വൽ ടു AUMC ഡിവൈഡഡ് ബൈ AUC ആണ് ഇതിന്റെ ഇക്വേഷൻ. സോ AUMC is area under first moment curve, that is AUMC, and AUC is area under zero moment curve. So AUC നമ്മൾ കാണുന്നത് ഇപ്പോൾ ട്രപ്പിസോഡൽ മെത്തേഡ് ആണ്. കാണുകയാണെങ്കിൽ ഇങ്ങനെ ട്രപ്പിസോഡൽ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ് കാണുക എന്ന് വെച്ചാൽ സപ്പോസ് ഒരു 100 മില്ലിഗ്രാം മരുന്ന് നമ്മൾ കൊടുക്കുകയെന്ന് വിചാരിക്കും. ആൻഡ് ദിസ് ഇസ് ടൈം ആണ്, ആൻഡ് ദിസ് ഇസ് കോൺസെൻട്രേഷൻ, പ്ലാസ്മ കോൺസെൻട്രേഷൻ ആണെന്ന് വിചാരിച്ചാൽ ടൈം 0 ടൈമിൽ 8 മില്ലിഗ്രാം പെർ ലിറ്റർ ഉണ്ടായിരുന്നു വിചാരിക്കുക. ടൈം 1 ആകുമ്പോഴത്തേക്കും 7 മില്ലിഗ്രാം പെർ ലിറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ടൈം 2 അവർ ആകുമ്പോഴത്തേക്കും 6.25 മില്ലിഗ്രാം പെർ ലിറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ദെൻ ടൈം 3 അവേഴ്സ് ആകുമ്പോഴത്തേക്കും 5.6 ആണെന്ന് വിചാരിക്കുക. 4 ആകുമ്പോഴത്തേക്കും 4.9 ആണെന്ന് വിചാരിക്കുക. ദെൻ 6 ആകുമ്പോഴത്തേക്കും 3.9 ആണെന്ന് വിചാരിക്കുക. ദെൻ 9 അവർ ആകുമ്പോഴത്തേക്കും 2.7. നമ്മളൊരു ഡാറ്റ എഴുതുകയാണ്. ദെൻ 12 അവർ ആകുമ്പോഴത്തേക്കും 1.9 എന്ന് വിചാരിക്കുക. ദെൻ 24 അവേഴ്സ് ആകുമ്പോഴത്തേക്കും അതൊരു 0.4 ആണ് എന്ന് അങ്ങ് വിചാരിക്കാം. ആൻഡ് ഇതിനിടയിലും കൂടി ഒരെണ്ണം എഴുതാം, വേണമെങ്കിൽ 16 അവേഴ്സും കൂടി എഴുതിയേക്കാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഗ്രാഫ് കിട്ടുക. ഗ്രാഫ് ഇപ്പോൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്കത് ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും കിട്ടുക. ഇങ്ങനെ ഒരു ഗ്രാഫ് നമുക്ക് അങ്ങോട്ട് കിട്ടും. അപ്പോൾ ഇത് ടൈമാണ്, ആൻഡ് ദിസ് ഈസ് കോൺസെൻട്രേഷൻ, പ്ലാസ്മ കോൺസെൻട്രേഷൻ. ഇത് Y ആക്സിസ്, ഇത് X ആക്സിസ്. അപ്പോൾ നമുക്കൊരു AUC ഇങ്ങനെ കിട്ടുമല്ലോ. AUC നമുക്ക് കണ്ടുപിടിക്കാം, ട്രപ്പിസോഡൽ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ Y ഡാഷ് ആക്സിസ് അല്ലെങ്കിൽ ഇവിടെ Y ഡാഷിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ടൈം ഇൻറ്റു കോൺസെൻട്രേഷൻ ആൻഡ് വേഴ്സസ് ടൈം ഇങ്ങനെ ഒന്ന് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ടൈമും കോൺസെൻട്രേഷനും കൂടി നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെ അടുത്തത് Y ഡാഷിൽ നമ്മൾ ചെയ്യേണ്ടത് 0 × 8 എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും നമുക്ക് കിട്ടുക. അടുത്ത 1 × 7 എന്ന് പറയുമ്പോൾ 7 ആയിരിക്കും കിട്ടുക. പിന്നെ നമ്മൾ കൂട്ടി കഴിഞ്ഞാൽ 12.5, 16, 19, 24, 22, 16, 10 ഇങ്ങനെ ഒരു ഇതായിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഈ Y ഡാഷും ഇതും വെച്ചിട്ട് ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു എന്ന് വിചാരിക്കാം. അടുത്ത ഗ്രാഫ് അതും നമുക്ക് AUC ഇങ്ങനെ കാണാൻ പറ്റും. ഇതാണ് ഈ രണ്ടാമത് കണ്ടതാണ് AUMC എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ കണ്ടത് AUC ആണ്. AUC ആദ്യം കണ്ടത്, രണ്ടാമത്തത് AUMC ആണ്. കോൺസെൻട്രേഷൻ ഇൻറ്റു ടൈം വേഴ്സസ് ടൈം ആണ് നമ്മൾ AUMC ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൽ നിന്ന് AUC കണ്ടുപിടിക്കാം. AUC കണ്ടുപിടിക്കാനായിട്ട് ട്രപ്പിസോയിഡൽ ഇക്വേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. AUC is equal to T2 minus T1 into C1 plus C2 divided by 2. ഇതാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം കിട്ടുന്നത് നമുക്ക് എപ്പോഴും ആവറേജ് റീഡിങ്സ് ആണ് കിട്ടുക എന്നുള്ളതാണ്. ഇതിന്റെ കൃത്യം ഒരു സമയത്ത് ഇത്രയാണ് എന്ന് പറഞ്ഞ് കിട്ടില്ല, ആവറേജ് കിട്ടും. സോ ഇതൊക്കെയാണ് ഫാർമക്കോകൈനറ്റിക് മോഡൽസ് നമ്മൾ ചെയ്യുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കമ്പാർട്ട്മെന്റ് മോഡൽസ് ആണ്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.